ഹായ്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് കോഴ്സ് ഒന്നും ഇനി പഠിച്ചിട്ട് കാര്യമില്ല, അതിനൊന്നും സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വീഡിയോൻ്റെ കണ്ടൻറ് എന്താണ് എന്ന് അത് കണ്ടവർക്ക് അറിയാൻ കഴിയും, കാണാത്തവരൊന്ന് കാണാൻ ശ്രമിക്കാം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള ഈ ഒരു മേഖലയിലേക്ക് വരുന്ന പല ആളുകളും പകുതി വെച്ചിട്ട് ഈ ഒരു മേഖല ഇട്ടെറിഞ്ഞ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിൽ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള എന്തെല്ലാം ധാരണകൾ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ഞാൻ വരുന്ന വീഡിയോകളിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഒരു മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ടെക്നീഷ്യൻ ആകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണെങ്കിലും അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടതും പെടാത്തതുമായിട്ടുള്ള നമ്മുടെ ജീവിത രീതിയിലുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കോഴ്സിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു +2 പഠനത്തിന് ശേഷമാണ്, ഒരു 17-18 വയസ്സിലാണ്. എന്നാൽ തുച്ഛം ചില ആളുകളാണ് ഡിഗ്രിക്ക് ശേഷം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സ് ചെയ്ത് അത് പോരാ എന്ന് തോന്നുമ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ആളുകളൊക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് +2 കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ ഞാൻ ഈ +2 ഒരു കാറ്റഗറി എടുത്തിട്ട് പറയാം. അപ്പോൾ ഇതോട് കൂടി തന്നെ നിങ്ങൾക്ക് കൂട്ടി വായിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് പല ആളുകളും ഈ ഒരു മേഖലയിൽ നിൽക്കാൻ കഴിയാത്തത്, ഫ്ലോപ്പായി പോകുന്നത് എന്നതൊക്കെ. അതും കൂടെ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവന് നാട്ടിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ വളരെ എൻഗേജ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു ടൈമാണ്. അതായത് ഇപ്പോൾ +2 ഒക്കെ ആണെങ്കിൽ അവർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നാൽ നാട്ടിൽ ചിലപ്പം ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, രാത്രി മറ്റുള്ള ടർഫുകളിൽ പോയി കളിക്കുക, ഇങ്ങനത്തെ ഒക്കെ ഒരു ടൈമാണ്. അതുപോലെ തന്നെ വീടുമായിട്ട് വളരെ എൻഗേജ്ഡ് ആയിരിക്കും, വീട്ടിൽ നിന്നുള്ള ഫുഡായിരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ടൈമിലായിരിക്കും നിങ്ങളൊരു മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കോഴ്സ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു 4 മാസം പഠിക്കുന്ന സമയം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിങ്ങിന് വിടും. ട്രെയിനിങ് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പല സ്ഥലങ്ങളിലായിരിക്കും വീട് വിട്ട് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഫുൾ ടൈം ആ ഒരു ഷോപ്പിൽ എൻഗേജ്ഡ് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വല്ല ഫുട്ബോളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം തോന്നിക്കുക അതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ കണ്ടെത്തിയിട്ട് എങ്ങനെ നാട്ടിലേക്ക് പോകണം, ഈ ഫീൽഡ് നടക്കില്ല എന്നൊക്കെ തോന്നിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഫീൽഡിൽ നിന്ന് പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് വരാൻ. അതായത് കളിച്ച് നടക്കുക ആ ഒരു ടൈം മൊത്തത്തിൽ കഴിഞ്ഞു എന്നല്ല, അങ്ങനത്തെ അത്രയും തന്നെയുള്ള ഫ്രീഡം പിന്നീട് ഉണ്ടാവില്ല. നമ്മൾ പിന്നെ ജോലിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.